ഗൈസ്, വെൽക്കം ബാക്ക് ടു നന്ദു ആൻഡ് കവിത വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നന്ദൂസും മുത്തശ്ശിയും കൂടെ ഒരു പഴയ കളി, അക്ക് കളി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ അക്ക് കളിക്കാൻ പോവാം. ഞങ്ങൾ മാത്രമല്ല, ഞാൻ, പേരമ്മ, മുത്തശ്ശി, അമ്മ, അമ്മായി വരുന്നെങ്കിൽ അമ്മായി, അറിഞ്ഞൂടാ, പിന്നെ അക്കുട്ടേട്ടൻ, മാളു വരുന്നെങ്കിൽ മാളുവിനെ വിളിക്കാം. മാളുവിനറിയാൻ പോകുന്നു. നീ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ അക്കെന്നാ പറയുന്നത്. 4 കള, 4 5 കള ഇങ്ങനെ വരച്ചിട്ട് കളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തോ പറയുന്നത് ഈ കളിക്ക്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവധിയൊക്കെ അല്ലേ, അപ്പോൾ പിള്ളേരുടെ കൂടെ കുറേ സമയം ഇങ്ങനെ കളഞ്ഞാൽ അവരും മൊബൈലൊന്നും കണ്ടുകൊണ്ടിരിക്കത്തില്ല, ഇല്ലേടാ, TV കാണത്തില്ല, കമ്പ്യൂട്ടർ കളിക്കത്തില്ല, സമയം പോവുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അമ്മയെ കൊണ്ട് വരപ്പിക്കാമെന്നും പറഞ്ഞ് പോയേക്കും. അപ്പോൾ ചോക്ക് അതുകൊണ്ട് വേണ്ടേ. പണ്ട് ഞങ്ങൾ കരിക്കട്ട എടുക്കാറുള്ളത് കേട്ടോ. ഇതുണ്ടോ കരിക്കട്ട. പിന്നെ മണ്ണിൽ കളിച്ചാലും മതി, മണ്ണിൽ പണ്ടൊക്കെ വരയ്ക്കാറുള്ളത്. പക്ഷേ ഇപ്പം വേണ്ട, മണ്ണിൽ വരയപ്പോഴുണ്ടല്ലോ, മണ്ണുള്ളിടത്ത് വെയിലല്ലേ, വെയിൽ അതുകൊണ്ടാണ്. കണ്ട അമ്മ കോളം വരയ്ക്കുന്നതുണ്ടോ? അമ്മ അളവ് കോലൊക്കെ പോയി എടുത്തോണ്ട് വന്നോ? അതിനിടയ്ക്ക് അളവ് കോലൊക്കെ എടുത്തോണ്ട് വന്നോ? ഇതല്ലടാ, ഇങ്ങനത്തെ കല്ലല്ല, ശരിക്കും കോളം വരയ്ക്കട്ടെ. കണ്ടോ, ഇച്ചിരൂടെ വീതി വേണം, ഇച്ചിരൂടെ വേണം, എന്നാലേ അല്ല. അപ്പൊ പിന്നെ ചവിട്ടരുത്, എന്നാലല്ലേ ഒരാൾ തോക്കൂ. ഇത്ര അടുപ്പിച്ച് വെച്ചാ എങ്ങനാ? വേണം, പക്ഷേ ഇത് ഇച്ചിരി ഇനിയിപ്പോൾ അവിടെ വെച്ചാൽ മതി. എത്ര മതി, ചെറിയ കോളങ്ങൾ. എങ്ങനെ കളിക്കാൻ? തെക്കോടൊക്കെ അല്ലയോ കളിക്കുന്നേ? ചെറിയ കോളമാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ചാടും. വരെ ചവിട്ടണം. വരെ ചവിട്ടണം, കാല് കുത്തണം. 5 കോളം അല്ലയോ? 5 കോളം. നീ എൻ്റെ കുറുകെ 5 കോളം വരയ്ക്കണം. പോവാ 5 ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട്. 5 ഇപ്പുറത്തും 5 അപ്പുറത്തും 5, അപ്പോൾ 10 ആവും. 4 ഉള്ളെങ്കിൽ 4 5 3 പറയുമ്പോ അമ്മ കോളം വരച്ചോണ്ടിരിക്കുക. കണ്ടോ, 4 കോളം, 5 കോളമാണോ? എന്നിട്ട് 5 മതി. 5 വേണം. ഈ സൈഡിലും 5, അപ്പുറത്തെ സൈഡിലും 5, അപ്പോൾ 10 കോളം ആവും. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, അപ്പം ചവിട്ടുമ്പോൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ വരെ കൊണ്ടോളും. ചാടി കുഞ്ഞിന് മാത്രം കളിക്കാനല്ല, നമുക്കും കളിക്കാനാണ്. മണ്ണിനകത്താണെങ്കിൽ പിന്നെ നോക്കണ്ട. പക്ഷെ ഇപ്പം മണ്ണുള്ളിടത്ത് വെയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത്. ഇവിടെ ആകുമ്പം വെയിലില്ലല്ലോ. മണ്ണിനകത്താണെങ്കിൽ നമ്മൾ കാല് വെച്ച് ഇങ്ങനെ വരയ്ക്കും. മതി, 10 ആയല്ലോ. 1 2 3 4 മതി. നീ ഇവിടെ ഒരു ചേനക്കളം, പൊട്ടങ്കളം. ചേനക്കളം. ആ 2 കളം. അത് ഒരു കളം മതി, അതാ രസം. അക്ക് തപ്പിപ്പോവാ. അക്ക് നമ്മൾ വണ്ടി ഇതില്ലേ, എന്തുവാ, കുമ്മായോ, അതുകൊണ്ട് അതേപോലത്തെ. ഉണ്ട്, അതിൻ്റെ ചെറുതാണേ നല്ലതായിരിക്കും. അത് പക്ഷെ ചവിട്ടുമ്പോൾ വിളുങ്ങുന്നങ്ങ് പൊട്ടിപ്പോത്തില്ലയോ?
അക്കെടുക്കുക. ആ അതുകൊണ്ട് അത് കൊള്ളാം. ആ ചതുരത്തിലുള്ള അത് കണ്ടോ. ഒന്ന് രണ്ടെണ്ണം കൂടെ എടുത്തോ. ഒന്ന് ചാരിൽ ചവിട്ടുമ്പോൾ പൊട്ടിപ്പോയാലോ. അക്കെടുക്കുന്നു. കിട്ടിയല്ലോ. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. ചതുര കഷ്ണം വേണം ഇതിപ്പം. പക്ഷേ ഇവിടെ ഇച്ചിരി ഇത് ഇങ്ങനെ ഇട്ടിട്ട് ചവിട്ടുവാണെങ്കിൽ പൊട്ടിയങ്ങ് പോവും. കിട്ടി. പശു വിളിക്കുന്നു അമ്മ. വരുവാ പശു. ഞങ്ങൾ ഇച്ചിരി അക്കും ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ. മതി 4 എണ്ണമായി. അങ്ങോട്ട് കളിക്കുക. ആലകളോട് പറയാം കളത്തിലോട്ട് ഇങ്ങനെ ഇടുക, എന്നിട്ട് ചവിട്ടിയിട്ട് അത്ര സ്പീഡിൽ ഞൊണ്ടണ്ട, പതുക്കെ ഞൊണ്ടാ മതി. ദൈവമേ, ഒന്നാമത് അമ്മയുടെ കാല നീര. ചവിട്ടാതെ അപ്പുറത്ത് പോയി അവിടെ നിൽക്കണം. അവിടെ നിന്നോട്ട് വരും. എന്നോട് നോക്കാം. ഇങ്ങനെ അങ്ങോട്ട് ചവിട്ടുക, എന്നിട്ട് പൊട്ടംകുളത്തി ഒന്ന് നിൽക്കണം. അത്രയ്ക്ക് അങ്ങനെ ഉണ്ടാൻ പറ്റത്തില്ല. ഒരു കാലം ഭാരം നിൽക്കത്തില്ല ചിലപ്പോ. എന്നിട്ട് ഇവിടുന്ന് എന്നിട്ട് രണ്ടാമത്തെ കളത്തിലിടണം. അക്കു ഒടിഞ്ഞാ വേറെ എടുക്കാം, കുറെ ഉണ്ടല്ലോ. പൊടിഞ്ഞു അല്ല, പൊടിഞ്ഞ കളി പോയി. അല്ല, അത് കല്ലിന്റെ കുഴപ്പമാ. ചവിട്ടിയിട്ട് വേണം പോകാൻ. ഇനി രണ്ടാമത്തെ കളം മൊത്തം ചവിട്ടുണ്ടാവും. 1-2 കളം ചവിട്ടിയാൽ മതി. ബാക്കി നമുക്ക് നന്ദൂസിനെ കൊണ്ട് ചവിട്ടിപ്പിക്കാം. ഇനി നന്ദൂസ്. മുത്തശ്ശി ഔട്ടായി. മുത്തശ്ശി അതെ ചവിട്ടിയില്ല, അതുകൊണ്ട് മുത്തശ്ശി ഔട്ട്. ഇനി നന്ദൂസ്. അങ്ങനെ മൂന്നാം കളത്തിൽ ചവിട്ടണം. അങ്ങനെ 4-ാം കളത്തിൽ ചവിട്ടണം. 5-ാം കളത്തിൽ. അങ്ങനെ പിന്നെ ഇങ്ങനെ വന്ന് എല്ലാ കളത്തിലും ആയി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടിടണം. എന്തെല്ലാം ഉണ്ട്. കളം കഴിയുമ്പോൾ ഇതല്ലയോ കൈ ഇങ്ങനെ. അതെന്താ എന്തൊക്കെയുണ്ട്. കയ്യെ കൊണ്ട് നടക്കുക. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുക. വരെ ചവിട്ടാതെ ചവിട്ടി കണ്ണു വരത്തണ്ട അപ്പുറത്തോട്ട് ചാടുക. എന്തെല്ലാം ഉണ്ട്. അവിടെ നിന്ന് നീട്ടി കാലെ കൂടി ഇങ്ങോട്ട് ഇടുക. കുറേ ഉണ്ട് ഇത്. കളിച്ചു. മുത്തശ്ശി കളിച്ചിട്ട് രണ്ടാമത്തെ കുളമായപ്പം മുത്തശ്ശി അതേ ചവിട്ടിയില്ല അക്കയിൽ. അപ്പം ഇനി അടുത്തത് നമ്മൾ നന്ദൂസ് കളിച്ചോ. ചവിട്ടണം അക്കയിൽ. ഒന്നും കൂടെ ഇട്. ഒരവസരം കൂടെ തരാം. ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട്. നന്ദൂസ് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിലിട. ആദ്യം 1-ാമത്തെ കോളത്തിലിടണം. വരെ ചവിട്ടല്ലെന്നാ. പോഞ്ഞുണ്ട്. അയ്യോ, അങ്ങനല്ല. ഒരു കോളത്തിൽ ഇട്ടിട്ട് മൊത്തം കോളം പിന്നെ ഞൊണ്ടി ഇങ്ങി പോരണം. ഒന്നുകൂടെ കളി. ഇനി മാറിയിട്ട് കയ്യിലെടുക്കണം ഒക്കെ. ആ കോളത്തിൽ തന്നെ നിന്നാണ്ടങ്ങനെ. ഇനി ഞൊണ്ടി പോയിട്ട് ഈ പൊട്ടൻകോളത്തിൽ വരുമ്പോൾ നിൽക്കാം. കാല് കുത്തി നിൽക്കാം. അവിടെ നിൽക്കാം. 2 കാലും കുത്തി വിശ്രമിച്ചിട്ട് ഞൊണ്ടി ഇങ്ങി വരണം. ചവിട്ടാതെ അങ്ങനെ കളിക്കുന്നത്. എന്നിട്ട് 2-ാമത്തെ കളത്തിലിടണം. രണ്ടാമത്തെ കോളത്തിൽ അക്ക ചവിട്ടണം. 2-ാമത്തെ കോളം മുത്തശ്ശിയുടെ പോയേക്കുന്നത് കേട്ടോ. അവിടെ ഞൊണ്ടിയിട്ടാ. ഇനി അക്ക ചവിട്ട. പൊട്ടിയ കളി പോയി. അന്ന് പോക്കോ. അത് എടുക്കണേ എടുത്താൽ മതിയില്ല, പിന്നെ എടുക്കാം. അങ്ങനെ 5 കളത്തിൽ ഇവിടുന്ന് അവിടെ കാല് കുത്താം. വിശ്രമിക്കാനാണ് പൊട്ടങ്കളം. എനിക്കറിയാൻ വയ്യാന്നില്ല. അയ്യോ, മുത്തശ്ശി മോനോട് അക്ക് കളി. അത് സാരമില്ല. കാല് അതിൽ കുത്തരുന്നേ ഉള്ളൂ. കസേരയിലൊക്കെ പിടിച്ചാലല്ലേ ഉള്ളു. നീ ചുമ്മാ ഒന്ന് കളിക്കുന്നല്ലേ ഉള്ളു. അല്ലെ കളിയല്ലല്ലോ. അങ്ങനെ പോകുമ്പം കളി പോകുമെന്ന് പറഞ്ഞതാ. കാല് കുത്തുമ്പോ ഇപ്പൊ ഒത്തിരി ആള് കൂടിയല്ലേ കളിക്കുന്നത്. അതാ ഞാനാണെ 1 ചവിട്ടിയപ്പോ തന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാൻ എന്ത് നല്ലതാ. ഇപ്പൊ വെയിലും കൊള്ളണ്ടാണ്. നമ്മുടെ ചുണ്ടത്തിൽ പിടിക്കാൻ പട്ടികളാണ് വരുന്നുണ്ട്. ഈ 3-ാം കോളം നിനക്കെന്താ? പൊട്ടിയ സാരല്ല. നീ പൊക്കോ. നീ അങ്ങ് പൊക്കോ. ഞൊണ്ടിപ്പോ. നന്ദൂസ്.
അവൻ പഠിച്ചു വരുന്നേ ഉള്ളതാ. അങ്ങനൊന്നുമില്ല. ഉണ്ട്. അയ്യോ, ഞാൻ 2-3 എടുത്ത് വെച്ചിരുന്നു. മതി. വേണ്ട, 4-ാം കളത്തിടണം. അന്നേരം വെളിയിലെല്ലാം പോയാൽ കളി പോയി. ദിവേല് അതിൻ്റെ അത് ചവിട്ടണേ. അറിയാം. ആനി ഒരു കളത്തിൽ കൂടെ ചവിട്ടിയിട്ട് കാല് കുത്താവും അല്ലേ. ഇനി പോയിരുന്നു അതേ ചവിട്ടിയ കളി പോകും. 5-ാമത്തെ കളത്തിലിട്ടോ. 5-ാമത്തെ കുളത്തിട്ടു. ആ പോയി. ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. കളിച്ചു. നന്ദൂസിൻ്റെ 3-ാമത്തെ കോള്. ചരിഞ്ഞ് ഔട്ടണം. വരെ ചവിട്ടിയാ ഔട്ടാ. ചെരിഞ്ഞ് ഔട്ട്. ചവിട്ടി. അല്ല, ചവിട്ടി ഉപ്പൂറ്റി. അവിടെ നിന്നോ. അവിടെ നിന്ന് റെസ്റ്റ് എടുക്കണം. അതിനുള്ളതാ പൊട്ടൻകോളം. ഇനി അടുത്തത്. യവനെപ്പോലുള്ളപ്പോഴാണ് ഞങ്ങളൊക്കെ കളിച്ചേക്കുന്നത്. ഇപ്പൊ അവനും കഴിഞ്ഞ അവന്റെ ഏട്ടന്മാരുമായി. ഇപ്പൊ എല്ലാവർക്കും ഫോൺ കളിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പിടിച്ചോണ്ട് വന്ന് ഇത് കളിപ്പിച്ചതാ. അല്ലെങ്കിലേ ഫോണ് കളിച്ചോണ്ടിരുന്ന കണ്ണ് കേടായിപ്പോവും. പിന്നെ കൂട്ടുകാർ പിള്ളേരുണ്ട്. ഞാൻ പറയും കൂട്ടുകാർ കൊച്ചനെ കൂടെ വിളിച്ചോണ്ട് അവനിവിടെ തന്നെ ആയിരുന്നു. ഔട്ടായി. കണ്ണ അമ്മ കളിക്കൂടെ ആക്ക്. നീ നീങ്ങുന്നില്ല. നന്ദിച്ചേട്ടൻ കാണിച്ചു തരും. നീ കണ്ണൻ്റെ അമ്മ കളിക്കാൻ പോവാ. നിനക്കറിയല്ലോ നമ്മൾ പണ്ട് കളിക്കാറുള്ള. അത് മറന്നുപോയത്. അത് 1-2 എണ്ണം ആകുമ്പോൾ അങ്ങ് ശരിയാവും. കണ്ണൻകുട്ട അവിടെ ഇരിക്കടാ. അമ്മ കളിക്കട്ടെ. എല്ലാത്തിലും കളിക്കണം. ചവിട്ടിയാ ഔട്ടാവും. വരെ ചവിട്ടിയാ ഔട്ടാവും. കല്ലെ ചവിട്ടി ഇല്ലെങ്കിൽ ഔട്ടാവും. ആ കോളം ആകുമ്പോഴാണ് പറ്റാത്ത. മുത്തശ്ശിയും ഞാനും 2-ാമത്തെ കോളം വെച്ച് ഔട്ടായി നിൽക്കുക. ഇനി നന്ദൂസിൻ്റെ കളി കഴിഞ്ഞിട്ട് വേണം രാഴ്ചത്തേക്ക് കളിക്കാൻ. ഇനി രാഴ്ചത്തേടെ കൊടുക്ക്. കണ്ണിങ്ങി വാ. പോയി. വരയില വീണേ. വീണ ഔട്ടാ. അതാണ്ടേ കണ്ടോ. കണ്ണ എവിടെ മാറിയില്ലേ. അമ്മ കളിക്കുന്ന കണ്ടോ. അങ്ങോട്ട് തിരിഞ്ഞില്ലേ കണ്ണ. എന്നാലേ കാണാനൊക്കൂ. അവിടെ കാല് കുത്താം. അവിടെ നിൽക്കാം. അവിടെ നിന്നൊന്ന് വിശ്രമിച്ചേച്ച്. പിന്നെ അറിയാതിരിക്കാൻ നമ്മൾ പണ്ട് കളിക്കുന്നതല്ലേ. അങ്ങനെ ഞങ്ങളങ്ങനെ കളിക്കാറുള്ള. അതെ, ചവിട്ടണമെന്ന്. ഇനി 2-ാമത്തെ കോളം. അല്ല, ചവിട്ടണം. ഒന്നുകൂടെ കളി. ഒരവസരം കൂടെ കൊടുക്കാം. ഇനി ഞാൻ വരെ ചവിട്ടല്ലേ കേട്ടോ. ഒക്കെ ചവിട്ടാൻ പോകുമ്പോ ഈ 2-ാമത്തെ കോളോ എല്ലാവർക്കും. ഇനി ഞാൻ ഒന്നുകൂടെ നോക്ക്. അമ്മയ്ക്ക് വയ്യെന്ന് ഗൈസ്. അമ്മയുടെ കാല് വയ്യെന്ന്. ഇട്ടോ. നന്ദു തന്നെ കളിച്ചോട്ടെ. ഞാൻ 2 പ്രാവശ്യം കളിച്ചു. വീഡിയോ എടുത്തില്ല. ഇനി എനിക്ക് വയ്യ. തളർന്നു. ഇല്ല, വിന്ദു ഇനി ജോലിയാ. ഇങ്ങോട്ടിടുന്ന നോക്കണ്ട. നീ കളിച്ചോ. അങ്ങനെ എല്ലാരും അങ്ങനെ ചവിട്ടത്തില്ല. ചിലർക്കൊക്കെ അങ്ങനെ പെരുക്കെ ഇട്ടാൽ മതി. ഇപ്പൊ നടുക്ക് തന്നെ വീടും. ഇതുപോലെ ഓരോ കോളം കളിക്കണം. അങ്ങനെ എന്നിട്ട് 10 കോളോ ആയി. അത് കഴിഞ്ഞ് അടുത്തത്. ഇനി അടുത്തത് കളിച്ചാൽ മതിയടാ. കോളം വേണ്ട. ഇനി കോളം 10 കോളം കളിച്ചു. കൈയുടെ അങ്ങനെ വെച്ചോണ്ട് നീളത്തിൽ പിടിക്കുക.
എന്നിട്ട് ഞൊണ്ട ഓരോ കോളവും. അക്ക് താഴെ വീഴല്ലേ, താഴെ വീഴല്ലേ, വരെ ചവിട്ടല്ലേ. ഇനി ഒരു മിനിറ്റ്. ഇനി ഈ കോളത്തിൽ ലാസ്റ്റ് കോളത്തിൽ വരുമ്പം ഇങ്ങോട്ടിട്ടിട്ട് ചവിട്ടണം. അക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങ് ഇടണം ലാസ്റ്റ് കോളത്തിൽ വരുമ്പം. എന്നിട്ട് അതേ ചവിട്ടണം. ഞൊണ്ടി വാ, അങ്ങനെ വെക്ക്, ഇങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ വെച്ച് വാ. ഇനി അവിടെ ഇട്ടിട്ട് ചവിട്ടണം. താഴെ വരയുടെ ഇപ്പുറത്തിടണം. ഇനി ഞൊണ്ടി ചവിട്ടണം അതേൽ. ഇനി കൈയുടെ പുറം ഭാഗത്ത് വെക്കണം. എന്താ ശരിയാണോ എന്ന് മുത്തശ്ശി നോക്കുന്നുണ്ടല്ലായിരുന്നു. അങ്ങനെ. ഇനി തിരിച്ച് ഇങ്ങ് വന്നിട്ട് ഇടണം. അപ്പം ഇതാ കോളം 10 കഴിഞ്ഞാൽ പിന്നെ ആദ്യം കൈയുടെ ഈ ഭാഗം, പിന്നെ പുറം ഭാഗം. ചാടിയാൽ മതി. അങ്ങനെ ചാടിയാൽ മതി. ഇനി ഇങ്ങനെ കുപ്പി പോലെ. അത് തന്നെ. അങ്ങനെ പിടിച്ച് ഞൊണ്ടണം. ഇതാ അടുത്തത്. പിന്നെ ഏതായിരുന്നു അമ്മേ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു? ഒത്തോന്ന് ചോദിക്കുന്നേ. അതെങ്ങനെയായിരുന്നു? തലേ വെച്ചോണ്ടാണെന്ന് തോന്നില്ലയോ? തലേ വെക്കണം. ശരി, അതുണ്ട്. അത് കളിച്ചോ. അടുത്തത് നെറ്റിയിൽ ഇങ്ങനെ വെക്കണം. ഒരു കണ്ണി വെക്കണം. ഒരു കണ്ണിൽ. നെറ്റിയിലും ഉണ്ട്, ഒരു കണ്ണിലും ഉണ്ട്. ആദ്യം നെറ്റി വെച്ചോ. കണ്ണിലാണോ? എന്നാൽ അങ്ങനെ പോയി. ഒരു കണ്ണിൽ. ഒരു കണ്ണ് തുറക്കാം. എന്നിട്ട് പോണം. അങ്ങനെ വെക്കാൻ ആക്കത്തില്ല. നെറ്റി വെച്ചിട്ട് പോവും. നെറ്റി വെച്ചിട്ട് പോവും. ഇങ്ങനെ മേളോട്ട് ഞൊണ്ടണ്ട. ഇതൊക്കെ വരുമ്പം നടന്നാൽ മതി. ശരിയാ. പൊക്കോ. വരെ ചവിട്ടല്ലേ. അടുത്ത കോളം. പോട്ടെ. ചവിട്ടില്ല. ചവിട്ടിയാൽ ഞങ്ങൾ പറയും കൂടിയിരിക്കുന്നവർ. പോട്ടെ. മൂന്നാമത്തെ കുളത്തിലോട്ട് പോട്ടെ. വരെ ചവിട്ടി. ഇവിടെ പോട്ടെ. വരെ ചവിട്ടി. എന്തുവാ നമ്മൾ നെറ്റി വെച്ചിട്ട് പോവാണ്. നോക്ക്. പോട്ടെ. പേരമ്മ ഇനി തല പൊക്ക്. പോട്ടെ. ഓക്കെ. കണ്ടോ? അത് കൊള്ളായിരുന്നു കേട്ടോ. ഒരു കണ്ണ്. കണ്ടോ? കോളം പിടിക്കുന്ന ഞൊണ്ടണം. ബാക്കി ഇങ്ങനത്തെ ഒക്കെ നടന്നാ മതി. പിടിക്കരുത്, കൈ കൊണ്ട് പിടിക്കരുത്. അവധിക്കാലമല്ലേ, ഉടുപ്പ് വേണ്ട. പോട്ടെ. പോട്ടെ. അവിടെ നിൽക്കാം. അവിടെ നിന്ന് കണ്ണിലെടുക്കാം. കണ്ണീന്ന് എടുക്കാം. കോളത്തിൽ നിന്ന് കണ്ണീന്ന് എടുത്തിട്ട് വേണേ കോളം നോക്കി മനസ്സിലാക്കി. അതിനൊക്കെയാ പറയുന്നത് ഏകാഗ്രത വേണമെന്ന്. കണ്ടോ? അടുത്ത എന്തുവായിരുന്നു ഓർക്കുന്നോ? കണ്ണ് കഴിഞ്ഞിട്ട് ഇനി മറ്റേ ഒത്തോ തലേ വെക്കണം. തലേ വെച്ചോണ്ട് പോണം ഓരോ കോളും. തലേ വെക്കുന്ന എളുപ്പമാണ്. തലേ ഞൊണ്ടിയാണോ? എന്നാൽ തലേ വെച്ച് ഞൊണ്ട്. റിസ്ക് ഉള്ളതെല്ലാം ഞൊണ്ടാതെ. റിസ്ക് ഉള്ളതൊക്കെ അല്ല, എന്തുവാടാ റിസ്ക് ഉള്ളതൊക്കെ ഞൊണ്ടാതെ അല്ലേ? റിസ്ക് ഉള്ളതൊക്കെ, റിസ്ക് ഇല്ലാത്തത് ഞൊണ്ടണം. അങ്ങനല്ലേ? പോട്ടെ. വരെ ചോട്ടല്ലേ? ഒരു ഞൊണ്ട്. അവനെ പഠിക്കുന്നേ ഉള്ളു ഞൊണ്ടി. ഇനി ഒത്തോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നടുക്കൊരു വട്ടം ഇട്ടിട്ട് കല്ല് അവിടെ വെക്കണം. എന്നിട്ട് അങ്ങോട്ട് ചാടണം, മേളിലോട്ട് നോക്കി. ഒത്തോ. വരെ ചോട്ടല്ലേ? നെറ്റിലല്ലേ തലേ വെച്ചോണ്ടാ ഒത്തോ കളിക്കുന്നത്. കണ്ണടയ്ക്കുക എന്തോ വേണം.
നെറ്റിയിൽ വെച്ച് മലന്ന് നോക്കിയിട്ട് മലന്ന് നോക്കണം, കാണത്തില്ല. അല്ല അതിന്റെ കൂടെ ഞാൻ ഇറങ്ങിയായിരുന്നു. അല്ല നമ്മൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്, തലയിലിരിപ്പുണ്ട്. കാണും. അതല്ല, നെറ്റി വെച്ച് മലന്ന് നോക്കി ഒത്തു ഇങ്ങനെ വെച്ചിട്ട് നെറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെ ചവിട്ടണം. ഒത്തോ? ഒത്തില്ല വര ചവിട്ടി. അതിനാ ഞാൻ പറഞ്ഞ നേരത്തെ കോൺസെൻട്രേഷൻ വേണം. അതെ, ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കി ഏകദേശം ഒന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് ആരാ വലിപ്പം. നെക്സ്റ്റ് ആരാ ഒത്തോ? ആ ഒത്തോ? ഒത്തു ഒത്തോ? ഒത്തു ഒത്തോ? ആ കഴിഞ്ഞോ? ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. വിടറാ വിടറാ. ഒത്തോ? ഇല്ല, പോയി വര ചവിട്ടി. അയ്യോ, ഈ ചേന കുളത്തിൽ ചവിട്ടാ. ആദ്യം നീ അതൊന്ന് മനസ്സിലാക്കി വയ്യ, വരയുടെ അകലം. ഇനി കളിച്ചോ. ആ ട്രയലില്ല. ആ അവനൊന്ന് നോക്കട്ടെ ആദ്യം, അളവ് പിടിച്ച്. ആ തിരിച്ചു വരണം. അവിടുന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് പിന്നെ വരാം. പുറത്തിറങ്ങിയല്ല, ആ കുളത്തിൽ നിന്ന് നോക്കാം. ആ മൊത്തം നോക്കണേ. ആ ആ പോയി. ഇനി ആക്കുട്ടേട്ടെ ആ കൊടു. അയ്യോ ആ ഒത്തു. ആ ഒത്തു ഒത്തു ഒത്തു. പോയി. ഒരാൾ ഒരു പ്രാവശ്യം കളിച്ചാൽ അയാൾ തോറ്റു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ചു വരും. ആ അങ്ങനെ ഒരു റൗണ്ട് എല്ലാവരും തോറ്റു കഴിയുമ്പോൾ പിന്നെ ആദ്യത്തെ ആൾ റൗണ്ട് ചെയ്ത് പിന്നെയും വരും. അങ്ങനെ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടല്ലേ ഇടുന്നേ? ആ ആ ആ അങ്ങനെയാണ് കളി. പോയി. ഇനി ആക്കുട്ടേട്ടെ. ആ ഏത് കാലാ വശമെന്ന് വെച്ചാൽ ആ കാല് വെച്ച് കളിക്ക്. ഓ പണ്ടൊക്കെ എത്ര പിള്ളേരായിരുന്നല്ലേ എല്ലാവരും കൂടെ വന്ന് ഒന്നിച്ചിരുന്ന് കളിച്ച്. അക്കുകളി. കലപ്പേരമ്മ ഭയങ്കര അക്കുകളിക്കാരിയായിരുന്നു. എപ്പോഴും ജയിക്കുമായിരുന്നു. ഒറ്റ അടിക്ക് അങ്ങ് ജയിച്ചു കളയും കുറേ കളി. ചവിട്ട്. ആ ചവിട്ടാടാ ഇങ്ങോട്ട് വരുമ്പം രണ്ടും. ഇനി രണ്ടാം കോളം. അല്ല, ഒരാൾ തോക്കുന്നവരെയാ. ആ ആ അങ്ങനെയാ. ആ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എപ്പോഴും എല്ലാവർക്കും കളി കിട്ടുമല്ലോ. ആ അടുത്തത് മറ്റേ കാലി ഒട്ടി. ഇത്രയും ദൂരം വീണിട്ടോ. ഇത്രയും ദൂരം വീഴ്ത്തരുത്. പോയി. ആ ഇനി അമ്മ. മണ്ണിലാണേലേ പറ്റൂ. പക്ഷെ മണ്ണുള്ളിടത്ത് നമുക്ക് വെയിലല്ലയോ, അതുകൊണ്ട്. ആ ഓട്ടെ. ആ കളത്തിൽ ചവിട്ടാം. പൊട്ടൻ കളം. അത്ര പൊങ്ങത്തുള്ളടാ. ആണ്ടാ ദൂരെ പോയാ ഇതാ പ്രശ്നം. ആ എക്സസൈസാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ പണ്ട് കളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പണ്ടിങ്ങനെ അസുഖങ്ങളൊന്നും വരാതെ ഒത്തിരി വണ്ണമൊന്നും വെക്കാതെ ഇരുന്നത്. സാറ്റ് കളി, കള്ളനും പോലീസും കളി. അയ്യോ അത് ദൂരെ ആയിപ്പോയല്ലോ. ആ അത് സാരമില്ല. അയ്യോ അയ്യോ ആർക്കും ചാടാൻ വയ്യ. അതല്ല നീ നീ മൂന്നാമത്തെ കളം കണ്ടല്ലേ നിന്റെ പോയേ. ആദ്യം മുതൽ കളിക്കണ്ട, ബാക്കി മതി. ആ അപ്പം നീ മൂന്നാമത്തെ കളവാ. ആ അങ്ങനെയാ നമ്മൾ പണ്ടും കളിക്കാറ്. ആ കണ്ണൻ അക്കുട്ടേട്ടൻ നീ അയ്യോ എത്രയും ദൂരെ ഇടരുത്, പതുക്കെ. അതാ പറഞ്ഞ അത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. കാര്യം ഇത് മണ്ണല്ലാത്തോണ്ടേ. ആ മണ്ണിലാണെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. ആ അക്കുട്ടേട്ടൻ നാലാം കോളം. ആ നീര് കൂടുവോ?
ഒന്നാമത് പല്ല് വയ്യ. ശരീരം പതുക്കെ ഇട്ടാൽ മതി. ആ രക്ഷപ്പെട്ടു, അക്കുട്ടേട്ടൻ രക്ഷപ്പെട്ടു. ആ ഇനി 5-ാം കോളം പതുക്കെ ഇടണം, അല്ലെങ്കിൽ അങ്ങ് അപ്പുറത്ത് പോവും. ആ രക്ഷപ്പെട്ടു. അത് ആദ്യം ആയതുകൊണ്ടാ, കുറേ നാളായില്ലേ നമ്മളിങ്ങനൊന്നും. ആ 5-ാം കോളം ആയി അക്കുട്ടേട്ടൻ. ആ ആ വരട്ടെ. ആ ഇനി 6-ാം കോളം. ആ 6-ാം കോളത്തിലോട്ട് ചവിട്ടി ഇറങ്ങാം. ആ 6-ാം കോളം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അയ്യോ പോയി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഓരോ കോളം വെച്ച് പിടിച്ചെടുക്കും. അന്നേരം നമുക്ക് നമ്മൾ പിടിച്ചെടുത്ത കോളത്തിൽ നമുക്ക് 2 കാലും കുത്താം. കുഞ്ഞൂസ് കുറേ നേരമായി 3 കോളം വെച്ച്. ഒരാഴ്ചത്തെ കോളം കളിച്ചു. കോളം 1-2 കളിച്ചു. ഇനി നമുക്ക് നന്ദൂസിന്റെ 4-ാം കോളം പോവാ. ആ കോളം അല്ലായിരുന്നോ? നന്ദൂസിന് വീണ്ടും അയ്യോ പോയി. ഓ ആ കോളം അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കല്ലായത് കൊണ്ടാ. മണ്ണാണെങ്കിൽ അവിടെ തന്നെ കിടക്കും. പതുക്കെ ഇടണം. ഇപ്പൊ കളി അക്കു നന്ദുവായി കണ്ട. അതാ പതുക്കെ ഇടണം, അതെ സംഭവം. എടാ ഒരു കാര്യം ചെയ്, മറ്റേ കൈ കളിച്ചോ നീ. ആ മണ്ണിലാണെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. ആ അത് കറക്റ്റായി, അങ്ങനെ ഇടണം. ആ അത് മാത്രമല്ല തെറിച്ചു പോകത്തില്ല. ഇതിപ്പോൾ കല്ലായതുകൊണ്ട് തെറിച്ചു പോവും, അതാ പ്രശ്നം. വൈകുന്നേരം എങ്ങാനും ആണെങ്കിൽ നമുക്ക് അവിടെ ആ തണുപ്പത്തെങ്ങാനും പോയി കളിക്കാം. നന്ദൂസിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവന് ജില്ലെന്ന് ചാടാം. അത് ആ കോളം അല്ലല്ലയോ? ആ 6-ാം കോളവാ. ഓ വീണു. ആ തട്ടി ആ അവിടെ കാലിയാവട്ട. അങ്ങനെ നന്ദൂസ് 5-ാം കോളമായി. ആ രക്ഷപ്പെട്ട്. ഓ ആ വെരി ഗുഡ്. ഇനി 6. അയ്യോ അത് സ്പീഡ് കുറഞ്ഞു പോയി. ആ അവിടെ കാല് കുത്താം. ആ അവിടെ കുത്താം, അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ട്. ആ ആ ഇനി 7-ാം കോളം. പൊട്ടിപ്പോയെങ്കിൽ വേറെ എടുക്കാം. മുത്തശ്ശി കുറേ എടുത്ത് വന്നിട്ടുണ്ട്. ആ മറ്റേ കലത്തിൻ്റെ മൺകുടത്തിൻ്റെ നമ്മൾ മറ്റേ ഇതല്ലേ എടുക്കാറുള്ളത്, ഈ കുമ്മായത്തിൻ്റെ പൊളിച്ച്. ആ ചെറിയ കല്ല്, പക്ഷെ അതും ചവിട്ടുമ്പോൾ പൊട്ടാറുണ്ട്. കുറേ എണ്ണ എടുത്തിങ്ങനെ വെക്കൂടാ. അവൻ 8-ാം കോളം. അതാ പറയണേ ഏകാഗ്രത വേണമെന്ന്. അവൻ ഏകാഗ്രത ഉള്ളതുകൊണ്ടാണ് അവന് കറക്റ്റ് കോളത്തിൽ ഇടാൻ പറ്റുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ കലപ്പേരമേ ഇതുപോലെ പടപടേന്ന് എല്ലാ കോളവും പിടിച്ചങ്ങ് എടുക്കും. ആ പോട്ടെ. അതെന്താ? ആ ആ 6 കഴിഞ്ഞായിരുന്നു അവൻ. ആ അവിടെ നിന്ന് ഇട്ടോ. ഒത്തിരി ദൂരെ എറിയരുത്, പതുക്കെ. ആ അങ്ങനെ ഇട്ടാ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒത്തിരി ദൂരെ ആയിപ്പോ. ഇനി 8. ചേട്ടനും അനിയനും കൂടെ വാശിയേറിയ മത്സരമായി. എന്ത് രസമാണ് പണ്ടൊക്കെ ഇങ്ങനെ ഒത്തിരി. അടുത്ത അവിടെ ഇടണം, ആ കോളത്തിൽ ഇടണം. അതില് ആ കോളം നീ ചവിട്ടിയില്ലല്ലോ, പൂർത്തിയാക്കിയില്ലല്ലോ. അപ്പം ഇനി ആ കോളമാണ് ഇടേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും പണ്ടൊക്കെ. എന്നിട്ട് എല്ലാവരും കൂടെ കളിക്കും, നല്ല രസമാണ്. ആ ലാസ്റ്റ് കോളം. ഓ അടിപൊളി. ആ മൊത്തം കഴിയണം, എന്നിട്ട് കോളം. അയ്യോ ചവിട്ടിയില്ല.
ആ കാല് മാറാൻ പാടില്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്താ ആ കുട്ടേട്ടൻ കഴിഞ്ഞോ എല്ലാ കോളവും? ഇനി ഒരെണ്ണം കൊണ്ടല്ലേ? ആ അതിനിടയിൽ കൂടെ ദേ ഒരാൾ ഞൊണ്ടി വരുന്നു. ഇനി കൈവെള്ള ഞൊണ്ടണം. ഞൊണ്ടി ഇവിടെ വന്നിട്ട് താഴെ ഇട്ട് ചവിട്ടണം ഈ ലാസ്റ്റ് കോളത്തിൽ. ആണ്ടങ്ങനെ അങ്ങനെ. ഇനി എന്നിട്ട് ഇവിടെ വന്നിട്ട് താഴോട്ടിടണം. അവിടെ വന്ന് താഴോട്ടിട്ട് ചവിട്ടണം നേരത്തെ പോലെ. അതെ. ഇനി കൈയുടെ പുറം ഞൊണ്ടണം. അതെ, നീട്ടി വെക്കണം. എന്താ അറിയാമോ? പോകാൻ വേണ്ടി. താഴെ അടുപ്പിച്ച് വെച്ചാൽ പോകത്തില്ലല്ലോ. ഒരാടേത് പോയാലല്ലേ അടുത്താക്ക് കളിക്കാൻ പറ്റൂ. കണ്ണനെ കല്ല് തരാം. കണ്ണൻ ഞൊണ്ട്. ആ ആ ആ ആ ഇനി കുപ്പി ഇങ്ങനെ ഇങ്ങനെ കുപ്പി പോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കണം. പോട്ടെ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട്. നെറ്റി നടക്കുക. വരെ ചവിട്ടാതെ നടക്കണം. ചവിട്ടല്ലേ, സോറി, വരെ ചവിട്ടാതെ പഠിക്കുവോ അവൻ? പോട്ടെ. പോട്ടെ. പോയി. സാരമില്ല. പോട്ടെ. ചവിട്ടിയില്ല. പോട്ടെ. അടുത്ത വളർത്തി പോട്ടെ. അടുത്തത്. ആ കോള സേഫാ. ഇനി താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചവിട്ടണം. പോയി. ആഹാ 10 കോളം. നിന്റെ കൈയുടെ. അങ്ങനെ നന്ദൂസിന്റെ കളി കണ്ടോണ്ടിരിക്കുക എല്ലാരും. ഉണ്ടോ? അടുത്തത് നെറ്റി. അതാ ഇച്ചിരി പ്രശ്നം. നമ്മളെ കണ്ണിലിങ്ങനെ വെക്കാറുണ്ടല്ലോ. ഒരു കണ്ണിൽ വെക്കാറുണ്ട്. എല്ലാം ഇപ്പോൾ ഓർമ്മ വരുന്നില്ല ഏതൊക്കെയാണ്. അടുത്തത് നമ്മുടെ കണ്ണൻകുട്ടനാണ്. കണ്ണൻകുട്ടൻ അക്ക് കളിക്കാൻ പോന്നു. എൻ്റെ കണ്ണനെ എൻ്റെ പ്രേക്ഷകർക്കറിയാം. ഇത് അക്കുട്ടേട്ടൻ. അത് കരിയല്ലേ വരച്ചേക്കുന്നത്. ചവിട്ടി. കണ്ണ ബിന്ദു പേരമ്മ കളിപ്പിക്കും. അയ്യോ, ചവിട്ടി. കണ്ണൻ കളിക്കുന്നില്ലേ? കണ്ണൻ വെള്ളം കുടിച്ച് റെഡിയായി വരുവാ. സെറ്റായി. കണ്ണ അക്ക് കളിക്കുന്നുണ്ടോ? ചെല്ലേ, പേരമ്മ കളിപ്പിക്കും. കണ്ണൻ. ഒരു കാലേ കുത്താവൂ. ഒരു കാല് മടക്കി വെക്ക് കണ്ണ. വരട്ടെ. അയ്യോ, ഒരു കാല് മടക്കി വേ കണ്ണ. ഒരു കാല് മടക്കി വേ. പോരട്ടെ. കണ്ണന് വലിയ താല്പര്യമില്ല. അവനെ കൊണ്ട് ദേഹം അനങ്ങുന്ന പരിപാടിയൊന്നും അവന് വയ്യ. അവനെ അമ്മയെ കൊണ്ട് വേണേ കളിപ്പിക്കും. മതിയായി, കണ്ണൻ്റെ കളി കഴിഞ്ഞു. ഇനി വേണേ അവൻ തന്നെ കളിച്ചോളാം. പോട്ടെ. വീണ്ടും അക്കു വന്നു. പോരട്ടെ. ഇങ്ങോട്ട് പോരട്ടെ. കുഴപ്പമില്ല. പോരട്ടെ. ഇനി ഒരു കോളം കൂടെ ഉണ്ട്. ഇനി താഴെ ഇട്ടു. താഴെ ഇട്ടിട്ട് വിട്ടാ. ഓക്കെ. ഇനി ഒത്തോ. പോട്ടെ. ഒത്തോ ആണേ. അവിടെ ചെന്നിട്ട്
ആ കോളത്തിൽ നിന്നിട്ട് ഇങ്ങോട്ട് തിരിയണം. വരെ ചവിട്ടരുത്. ആ പോട്ടെ. ഒത്തു. ഒത്തോന്ന് ചോദിക്കണം. അപ്പോൾ ഒത്തു എന്ന് പറയും. ഒത്തു. ആ ഒത്തു. ആ ഒത്തു. പോട്ടെ. ഇനി 2 കോളം കൂടെ ഉണ്ട്. ഒത്തില്ല. വരെ ചവിട്ടി. ഒത്തു ഒത്തു. അത് ഒത്തു ഒത്തു ഒത്തു. ഇനി ഒരു പൊട്ടൻ കുളമാണ്. ഒത്തു. ഇനി നോക്കിയിട്ട് തിരിയണം. ഇനി തിരിയണം. തിരിഞ്ഞു വാ. പോരട്ടെ 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 പോരട്ടെ. ഒത്തു ഒത്തു. ഒത്തു. ഇനി ഒരു കോളം കൂടെ. ഒത്തു. ഇനി ചവിട്ടണം. ഇട്ടു. അയ്യോ. അക്കുകളിയുടെ അവസാന ഭാഗമാണ് ഇത്. ബാക്കി നമ്മൾ ഇന്നലെ എടുത്തല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ അവസാന ഭാഗം എടുക്കണം. അതായത് നീ അവിടെ നിന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കോളം പറയും, അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. എന്നിട്ട് തലയുടെ മോളിക്കൂട്ടത്തിൽ ബാക്കിലോട്ട് ഇടണം. മനസ്സിലായോ? കല്ല്. അപ്പം ഞാൻ പറയുന്ന കോളത്തിൽ അങ്ങ് പോയി നിൽക്കുക. അവിടെ അല്ല, കോളം ലാസ്റ്റ് അവിടെ. എന്നിട്ട് തലയുടെ മോളിൽ കൂടെ ഞാനിപ്പോൾ ഏത് നമ്പരാണോ പറയുന്നത് ഇങ്ങനെ എറിയണം. അപ്പം ഞാൻ പറയുന്ന കോളത്തിൽ വീഴണം. മനസ്സിലായോ? ഞാൻ 3 കണ്ണ ഇടല്ലേ, കണ്ണം വരുന്നു. കണ്ണനും അമ്മയും കൂടെ ഇടുന്നത്. 3. അപ്പം 3 പറഞ്ഞാൽ 3-ാമത്തെ കോളത്തിൽ വീഴണം. കല്ല് എറിഞ്ഞോ? അയ്യോ, 3-ാമത്തെ കോളത്തിൽ വീണില്ല. ഇപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നീ തന്നെ അടുത്ത ഇട്ടോ. വേറെ ആരും ഇന്ന് കളിക്കാൻ വരുന്നില്ല. ഇന്ന് ആർക്കും ഒരു മൂടില്ല. അതുകൊണ്ട് ആ കുളത്തിൽ കിടക്കുന്നു. എന്നാലും എനിക്ക് ഈ വീഡിയോ പൂർത്തിയാക്കണ്ടേ? അത് തന്നെ. 2 ഇപ്പുറത്താ കോളത്തിൻ്റെ പകുതി. അത് നീ കോളം ഒന്ന് നോക്കി വേ. എറിഞ്ഞോ? 6. വീണു വീണു വീണു. 6-ാമത്തെ കോളത്തിൽ വീണു. വേണ്ടേ? കണ്ടോ? ഇനി നീ ആദ്യം നമ്മൾ കളിച്ചില്ലേ ഞൊണ്ടി വന്ന്, അതുപോലെ ഞൊണ്ടി വന്ന് ഈ അക്കയെ ചവിട്ടിയിട്ട് അങ്ങോട്ടങ്ങ് പോകണം. അപ്പം ഇനി ഈ കോളം നിൻ്റെയാ. മനസ്സിലായോ? അങ്ങനെ ഞൊണ്ടി വാ. ഞൊണ്ടി വന്ന് ആ അക്കയെ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ കാല് കുത്താം. തലയൊന്നും ഇടിക്കല്ലേ. അതിന് അവിടെ കാല് കുത്താം. അതിന് ആ കോളത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ കളം വരയ്ക്കത്തില്ലേ? അങ്ങനെ വരച്ചിട്ട് അവിടെ ഒരു വട്ടം ഇട്ടാ വട്ടം ഇട്ടാ. ഇനി ആ കോളത്തിൽ നിനക്ക് കാല് കുത്താം. മനസ്സിലായോ? ഇനി വീണ്ടും പോയി നിൽക്കണം. അങ്ങോട്ട് ചൊണ്ടി അങ്ങ് പോകണം ബാക്കി. ഇനി വീണ്ടും അതുപോലെ ഞാൻ അടുത്തത് പറയും. കാല് കുത്തിക്കോ. ഇനി 2. അപ്പോൾ 2-ാമത്തെ കോളത്തിൽ വീഴണം. കണ്ടോ? വീണില്ല. വേണ്ടേ? അങ്ങനെ നമ്മൾ പറയുന്ന കോളത്തിൽ വീണ് കഴിയുമ്പം ഞാൻ പറയുന്ന പോലെ എല്ലാ കോളത്തിലും എല്ലാവരുടെയും വീണ് കഴിഞ്ഞാൽ ഇതേപോലെ ചവിട്ടി ഓരോ കോളവും ഇങ്ങനെ വരച്ച് സ്വന്തമാക്കാം. അപ്പോൾ 2-3 പേര് കളിക്കാനുള്ളപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഇതിപ്പം നിൻ്റെ കോളം. ഇപ്പം 2-3 പേര് കളിക്കാനുള്ള നിൻ്റെ പേര് രാജി. അപ്പോൾ ഈ കോളത്തിനകത്ത് നീ ആദ്യം 6 എന്ന് എഴുതി വെക്കണം. അങ്ങനെ നന്ദൂസ് ഇപ്പോൾ കളിക്കുവാണെങ്കിൽ നന്ദൂസിൻ്റെ N എന്ന് എഴുതണം, അവൻ പിടിക്കുന്ന കോളം. അങ്ങനെ അപ്പോൾ ആ കോളത്തിൽ വരുമ്പം അവർക്ക് കാല് കുത്താം. അപ്പോൾ ഈ കോളത്തിൽ നീ ഇപ്പം ഇതിനകത്ത് കാല് കുത്തിയില്ലേ? രാജി ഇതിനകത്ത് കാല് കുത്തി. ഇതിപ്പോൾ രാജിയുടെ കോളമാക്കി. അപ്പം നന്ദൂസ് കളിച്ചപ്പോൾ നന്ദൂസിൻ്റെ കോളമാണ് ഇവിടെ ഇങ്ങനെ വട്ടം വരച്ചിട്ട് N എന്നും എഴുതി വെക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നന്ദുവിനും ചവിട്ടാം, രാജിക്കും ചവിട്ടാം. ഇതിപ്പോൾ രാജി, ഇത് N, ഇത് നന്ദൂസിന്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഈ കോളത്തിൽ കാലുകുത്താം. അങ്ങനെ ആദ്യം ആരാണോ ഈ കോളം മുഴുവനും പിടിച്ചടക്കുന്നത് അവരാണ് ഈ കളിയുടെ വിജയി. അങ്ങനെയാണ് അക്ക് കളി.